2018 ശേഷം നിരവധിയായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കേരളത്തെയും നാടിനെയും ഒക്കെ താങ്ങി നിർത്തിയ നഴ്സുമാരടക്കമുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും യാതൊരുവിധ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാലാകപ്പട്ടം മാത്രമാണ് ചാർത്തി നോമ്പ്. തുടർന്ന് 2023 UN കേരളമെമ്പാടും സമരം നടത്തി. ആ സമരത്തെ തുടർന്ന് വീണ്ടും തൊഴിൽ വകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചു. ശമ്പളം പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് വന്നു. 6 മാസം കൊണ്ട് ശമ്പളം ഉത്തരവ് ഇറക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ടും അത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസംബർ 27 2025 ഡിസംബർ 27 തൊഴിൽ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച് 1 മാസം കൊണ്ട് ശമ്പള ഉത്തരവ് ഇറങ്ങുന്നു. പക്ഷേ ഇത് ഫെബ്രുവരി 20 യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 2023 ഞങ്ങൾ നേടിയെടുത്ത ഒരു താൽക്കാലിക ശമ്പളമാണ് ഇപ്പോഴും നഴ്സുമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർക്ക് ഒരു സമാശ്വാസമായിട്ട് നിൽക്കുന്നത്. അതുതന്നെ യൂണിയനുള്ള 1500 ആശുപത്രികളിൽ കേവലം 476 ആശുപത്രിയിൽ മാത്രമേ യൂണിയൻ പ്രവർത്തനം നടക്കുന്നുള്ളൂ. മക്കളിടത്തൊക്കെ യൂണിയൻ പ്രവർത്തനം നടക്കാത്ത സ്ഥലങ്ങളാണ്. അവിടങ്ങളൊക്കെ ഇന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ വളരെ തുച്ഛമായ ശമ്പളം, വെറും 10,000 രൂപയ്ക്ക് പണിയെടുപ്പിക്കുന്ന അവസ്ഥ. ഇതിനെതിരൊന്നും ശക്തമായ നിലപാട് തൊഴിൽ വകുപ്പ് സ്വീകരിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വീണ്ടും സമരരംഗത്തിറങ്ങാൻ തയ്യാറായിട്ടുള്ളത്. 14 ദിവസം മുമ്പ് എല്ലാ അധികാരികൾക്കും മാനേജ്മെൻറ്റുകൾക്കും തൊഴിൽ വകുപ്പിനും എല്ലാം നോട്ടീസ് കൊടുത്തു. എന്നിട്ടും യാതൊരു നടപടിയുണ്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഫെബ്രുവരി 21 ആശുപത്രികളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കാതെ 1/3 ജീവനക്കാരെ മാത്രം നൽകിക്കൊണ്ട് മറ്റുള്ള നഴ്സുമാർ പണിമുടക്കാൻ തീരുമാനിച്ചത്. ആ പണിമുടക്കുന്ന ജീവനക്കാർ അവർ തൃശ്ശൂരിലേക്കെത്തും. തൃശ്ശൂരിൽ ശക്തൻ സ്റ്റാൻഡ് അടുത്തുള്ള റോയ് നഗറിൽ വെച്ച് UN-യുടെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപന കൺവെൻഷനാണ് നടത്തുക. ഇതൊരു മുന്നറിയിപ്പായിരിക്കും. ഈ മുന്നറിയിപ്പ് കൊണ്ടും തീരുമാനമെടുത്തില്ലെങ്കിൽ ലോങ് മാർച്ച് അടക്കമുള്ള സമ്പൂർണ്ണ പണിമുടക്കമുള്ള നടപടിയിലേക്ക് സംഘടന കടക്കും.